അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. എൻ്റെ പ്രിയപ്പെട്ട മുഹിബ്ബീങ്ങളെ, നമ്മുടെ FBയിലും അതുപോലെ തന്നെ യൂട്യൂബിലായാലും ഇൻസ്റ്റാലായാലും നമ്മെ ഒരുപാട് ആൾക്കാർ, ഒരുപാട് ബന്ധങ്ങളുണ്ട്. അല്ലാഹ് അവർക്കൊക്കെ നീ വലിയ ബർക്കത്തും സന്തോഷവും നിഅമത്തും നൽകണം റഹ്മാനെ എന്ന് ഞാൻ ദുആ ചെയ്യുകയാണ്. കാരണം നമുക്ക് പറ്റിയ ഏറ്റവും വലിയൊരു ഇബാദത്ത് എന്ന് പറയുന്നത് ദുആ ആണ്. നമ്മൾ ആര് സഹായിച്ചോ സഹകരിച്ചോ എല്ലാവർക്കും ദുആ, അല്ലാഹു അർഹമായ പ്രതിഫലം എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുന്നു. ഇപ്പൊ ഞാൻ വീഡിയോയിൽ വന്നത് അൽഹംദുലില്ലാഹ് നമുക്ക് പരിശുദ്ധമാക്കപ്പെട്ട റമദാനാണ് നമ്മുടെ മുമ്പിലേക്ക് വരുന്നുള്ളത്. അപ്പൊ ഇടയ്ക്ക് ചെറിയൊരു യാത്ര പോയിരുന്നു. അപ്പോൾ 1-2 ആൾക്കാരെ വിളിച്ചിരുന്നു, ഉണ്ണിയപ്പം ഉണ്ടോ എന്ന് ചോദിച്ചിട്ട്. അപ്പൊ ഏതായാലും അൽഹംദുലില്ലാഹ് ഇനിയിപ്പോ ഉണ്ണിയപ്പം അള്ളാഹുവിന്റെ തൗഫീഖോട് കൂടെ അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ മാസത്തിന്റെ ശേഷമാണ്. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അപ്പൊ ഏതായാലും നമ്മിൽ നിന്ന്, നമ്മുടെ കുടുംബത്തിൽ നിന്ന്, നമ്മുടെ അയൽവക്കത്തിൽ നിന്ന് ഒരുപാട് ആൾക്കാർ മരണപ്പെട്ടു പോയി. അതായത് നാമൊക്കെ ദുആ ചെയ്തല്ലോ, പരിശുദ്ധ റജബിലും പള്ളിയിലും അതുപോലെ മറ്റുള്ള സദസ്സിലൊക്കെ ദുആ ചെയ്തു. അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബിൻ വശഅബാന വബല്ലിഗ് ലനാ ശഹ്റ റമദാൻ. അല്ലാഹുവേ, റജബിലും ഷഅബാനിലും ഞങ്ങൾക്ക് നീ ബർക്കത്ത് ചെയ്യണം അല്ലാഹ്. പരിശുദ്ധ റമദാൻ മാസം ഞങ്ങൾക്ക് നീ എത്തിച്ചു തരണേ അല്ലാഹ്. അങ്ങനെ പലരും ഈ ഇടക്ക് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സുഹൃത്ത്, ഒരു ഉസ്താദ് മരണപ്പെട്ടു പോയി. അല്ലാഹു അദ്ദേഹത്തിന്റെ ഖബർ സന്തോഷത്തിലാക്കട്ടെ. നിങ്ങൾക്കറിയാം, ഞാൻ ആദ്യം യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന സമയത്ത് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ പെങ്ങളുടെ കുട്ടി, എൻ്റെ മരുമകൻ, നല്ല പാട്ട് പാടുന്ന AK മുഹമ്മദ് കുഞ്ഞി മഞ്ഞമ്പാറ എന്നറിയപ്പെടുന്ന എൻ്റെ പ്രിയപ്പെട്ട മരുമകൻ, അദ്ദേഹം മരണപ്പെട്ടു പോയി. ഏകദേശം 8-9 മാസത്തോളം ആവുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാവരും പെട്ടെന്നുള്ള ഒരു മരണമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു അദ്ദേഹത്തിന്റെ ഖബറിടം വിശാലമാക്കി കൊടുക്കട്ടെ എന്ന് ഞാൻ ദുആ ചെയ്യുകയാണ്. അദ്ദേഹത്തിനെ ഒന്ന് ഞാൻ ഓർത്തുപോയതാണ്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ റമദാൻ മാസത്തിൽ നിങ്ങളൊക്കെ ദുആ ചെയ്യുമ്പോൾ, നിങ്ങളും നിങ്ങളുടെ കുടുംബവും എവിടെ വെച്ച് നിങ്ങൾ ദുആ ചെയ്യുമ്പോൾ സാധുവായ എന്നെയും എൻ്റെ കുടുംബത്തിനെയും ദുആയിലൊക്കെ ഉൾപ്പെടുത്തണം. പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ മാസം വലിയ പുണ്യമുള്ള മാസമാണ്. ഞാൻ ഒരിക്കലും തന്നെ നിങ്ങളെ ഉപദേശിക്കാനോ നിങ്ങൾക്ക് വഅദ് പറഞ്ഞു തരാനോ ഉപദേശം പറഞ്ഞു തരാനോ അർഹനല്ല. കാരണം നമുക്കതിനുള്ള ഇൽമും ചുറ്റുപാടും തൻ്റെ ഇടവും ഒന്നുമില്ല. ഏതായാലും റമദാൻ മാസത്തിൽ ആര് ദുആ ചെയ്താലും, എത്ര ദുആ ചെയ്താലും അള്ളാഹു സ്വീകരിക്കും. എത്ര വലിയ തെറ്റുകാരനാണെങ്കിലും അള്ളാഹുവിനോട് പാശ്ചാത്താപം ചെയ്ത് ദുആ ചെയ്ത അള്ളാഹ് സ്വീകരിക്കുമെന്ന് അള്ളാഹുവിന്റെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കിബറും ഉജ്ബും അഹങ്കാരവും ഇതൊന്നും മനസ്സിൽ വെക്കാതെ അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമാക്കപ്പെട്ട ഈ റമദാൻ മാസം നമുക്ക് തന്നത് തന്നെ നമ്മുടെ വിജയത്തിന് വേണ്ടിയാണ്. അവ്വലുഹു റഹ്മത്തുൻ വഔസതുഹു മഗ്ഫിറത്തുൻ വആഖിറുഹു ഉത്ഖും മിനന്നാർ. ഈ റഹ്മത്തും അതുപോലെ മഗ്ഫിറത്തും ഉത്ഖും മിനന്നാറിലൊക്കെ നാം പെടണം. അള്ളാഹു പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ദാനധർമ്മങ്ങൾ അധികരിപ്പിക്കലും സദഖ ചെയ്യലും മറ്റുള്ള നോമ്പ് തുറപ്പിക്കലും സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യലും അത് വലിയ ഇബാദത്താണ്. എന്നെക്കാൾ കൂടുതലൊക്കെ നിങ്ങൾക്കറിയാം. പക്ഷെ ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങളൊക്കെ ദുആ ചെയ്യുമ്പോൾ എന്നെയും കുടുംബത്തിനെയും ഉൾപ്പെടുത്തണം. ദീർഘായുസ്സും ആഫിയത്തും അള്ളാഹു അവന്റെ പൊരുത്തത്തിലായി നമുക്ക് നൽകുമാറാകട്ടെ. അള്ളാഹുവെ, എല്ലാവർക്കും നീ ഖൈറ് നൽകണം റഹ്മാനെ, സന്തോഷം നൽകണം റഹ്മാനെ. എന്നെ അകമഴിഞ്ഞ് ഒരുപാട് ആൾക്കാർ സഹായിച്ചിട്ടുണ്ട്, സഹകരിച്ചു കൊണ്ടേയിരിക്കുന്നവരുമുണ്ട്. അവർക്കൊക്കെ നീ ഖൈറും ബർക്കത്തും റാഹത്തും സന്തോഷവും ഏറ്റിക്കൊടുക്കണേ അല്ലാഹ്. ഒരുപാട് ബന്ധങ്ങളുണ്ട്. ആ ബന്ധങ്ങളൊക്കെ നീ ജന്നാത്തുൻ നഈമിൽ വരെ എത്തിക്കണേ റഹ്മാനെ. അപകടത്തിൽ നിന്നും, ആഫത്ത്, ബലാ, മുസീബത്തിൽ നിന്നൊക്കെ ഞങ്ങളെല്ലാവരെയും നീ കാത്തു രക്ഷിക്കണേ റഹ്മാനെ എന്ന് ആമുഖമായി ദുആ ചെയ്യുന്നു. നിങ്ങളൊക്കെ ദുആ ചെയ്യണം. അള്ളാഹു നമുക്ക് നമ്മുടെ എല്ലാ സ്വാലിഹായ സൽക്കർമ്മങ്ങളും അള്ളാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.